വിചാരിക്കും ഷൈൻഡാജൊക്കെ ഇങ്ങനെ പ്രതികരിക്കും? അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. എനിക്കങ്ങനൊന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞ എനിക്കറിയാൻ പാടില്ല. ഈ 2 ദിവസമായിട്ട് ഒരു ന്യൂസ് ചാനലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഇതായിരുന്നല്ലോ, ആസിഫ് അലി ഒരു മൊമെന്റ് കൊടുത്തതിന്റെ പേരിൽ ആസിഫിക്ക് ഇൻസൾട്ട് ആയി. അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാരും? അല്ല, അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പൊ ആസിഫ് അലി ആ സിറ്റുവേഷൻ ഒരു സ്മൈലോടെ സോൾവ് ചെയ്ത് പിന്നീട് പ്രസ് മീറ്റിൽ പറഞ്ഞ അയാൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ ഇതും സിറ്റുവേഷൻ കൊണ്ട് ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ ആസിഫിന്റെ സ്ഥാനത്ത് ഷൈൻ ടോം ചാക്ക എങ്ങനെ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും പറഞ്ഞോളൂ. അത് അവരെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പൊ സ്പോട്ടിൽ നടക്കുന്ന മൈൻഡ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൊടുക്കാം. ഇപ്പൊ എന്താ വിചാരിക്കുന്നത് ഷൈൻ ടോം ചാക്ക എങ്ങനെ പ്രതികരിക്കും? അത് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. അല്ലെങ്കിൽ മൈൻഡ് എന്താണെന്നനുസരിച്ചായിരിക്കും. എന്താണ്? ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. തെറിയോ ചീത്തയോ അല്ലെങ്കിൽ അടിയോ അതിന് ഓരോരുത്തരതല്ലേ. ആ സ്റ്റേജിൽ അടിക്കുന്നതാണ് വിചാരിക്കുന്നത് ഷൈൻ ടോം ചാക്ക? അങ്ങനെയൊന്നുമില്ല, വിചാരിക്കുന്നില്ല. എന്താ പറയാ, എനിക്ക് എന്താ പറയാ, ഷൈൻ ടോം ചാക്ക ഇനി എന്ത് ചെയ്യും? ചീത്ത വിളിക്കോ? ചീത്ത മാത്രമേ വിളിക്കുള്ളൂ? എനിക്ക് എന്താ പറയാ, വായിരിക്കണ പറഞ്ഞു. ആരാ വായിരിക്കാൻ പറഞ്ഞു? പുള്ളി. ചിലപ്പോ എല്ലാരും എന്തോ അങ്ങനെ പറയാൻ കാരണം എന്താ? ഷൈൻ ടോം ചാക്ക ഇങ്ങനെ ചീത്ത വിളിക്കുന്നു പറയാൻ കാരണം എന്താ? അങ്ങനെ തോന്നാൻ കാരണം എന്താ? പറഞ്ഞു അങ്ങ് തോന്നുന്ന പറയാം. എന്തെങ്കിലും ഉണ്ടാവാണ്ട് ഇങ്ങനെ പറയില്ലല്ലോ. ഷൈൻ ടോം ചാക്ക ചീത്ത വിളിക്കുന്നു പറഞ്ഞു, എന്തുകൊണ്ട് അങ്ങനെ തോന്നി? പറഞ്ഞു എനിക്ക് തോന്നുന്ന പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? അപ്പൊ പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി, പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അല്ല, ഞാൻ ചോദിക്കാണ്, എങ്ങനെ മനസ്സിലായി? യൂട്യൂബ് ചാനൽ കേട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് എല്ലാരും ടീമല്ലേ? അപ്പൊ ഈടായിട്ടില്ലേ ഒരു മൊമെന്റ്, ആസിഫിൽ ഒരു മൊമെന്റ് കൊടുത്തതിന്റെ പേരിൽ ഭയങ്കര വൈറലായിട്ട് നടക്കുന്നുണ്ടല്ലോ. സ്റ്റേജിൽ വെച്ചിട്ട് ആസിഫ് ഇൻസൾട്ട് ആയി. ആ സിറ്റുവേഷൻ ആസിഫിന്റെ സോൾവ് ചെയ്ത ഒരു സ്മൈലോടെ സോൾവ് ചെയ്ത്. ആസിഫിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഷൈൻ ടോം ചാക്ക എങ്ങനെ പ്രതികരിച്ചു? എങ്ങനെ പറയും? അങ്ങനെ ഒരാൾ അവിടെ പാടില്ല. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുമ്പോ അത്യാവശ്യം ഇങ്ങനെ പ്രതികരിക്കണ ഒരു ടൈപ്പാണ്. അയാളോട് പുള്ളിയുടെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. അങ്ങനെ വിചാരിക്കുന്നത് അങ്ങേരോട് ചോദിക്കണം. അല്ല, ഇപ്പൊ നമുക്ക് തോന്നലുണ്ടാവില്ലേ ഷൈൻ ടോം ചാക്ക ഇങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ വിനായകനെ ഇങ്ങനെ പ്രതികരിക്കും? സാവേജ് ഡയലോഗ് അടിക്കും എന്തായാലും. സെയിം അത് തന്നെ പറയാനുള്ളൂ. എന്തെന്നെ പറയാനുള്ളത്? അത് പറഞ്ഞില്ലേ, സേവേജ് ഡയലോഗ്. പുള്ളി എന്തായാലും എന്താണ് ഒന്ന് റിയാക്ട് ചെയ്യാൻ എന്തായാലും പോകൂലല്ലോ. ആ സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കും. എന്തായിരിക്കും പ്രതികരണം വിചാരിക്കും? അല്ല, എന്തായിരിക്കും അതിപ്പോ പുള്ളിയുടെ മൈൻഡിൽ എന്താ അതല്ലേ പറയുള്ളൂ. ഇതൊക്കെ എന്തിനീ പറഞ്ഞത്? വെറുതെ രസം. എനിക്കങ്ങനൊന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല. എന്നൊന്നും പറഞ്ഞേ? രമേശ് നാരായണന്റെ മോന്തടിച്ച് പൊട്ടിക്കോ? പ്രധാന വാർത്തകൾ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടായിരുന്നു. അതായത് ഇപ്പൊ ആസിഫിന്റെ ഇഷ്യൂ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആസിഫില് സ്റ്റേജിന് ഇൻസൾട്ട് ആയിട്ട്, സ്റ്റേജിൽ നല്ല താഴത്തുനിന്ന് ഇൻസൾട്ട് ആയിട്ട് മൊമെന്റ് കൊടുക്കുന്നതിൽ ഒരു രമേശ് നാരായണൻ എന്ന പേരില്. അപ്പൊ ആസിഫിന്റെ സ്ഥാനത്ത് ഷൈൻ ടോം ചാക്ക ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ആസിഫിനെ ചെയ്ത് സ്മൈൽ കൊടുത്തിട്ട് ആ സിറ്റുവേഷൻ സോൾവ് ചെയ്ത്. എന്നിട്ട് അതിന് ആസിഫിന്റെ പകരം ഷൈൻ ടോം ചാക്ക എനിക്ക് എന്തായിരുന്നു? ആരെ അങ്ങനെ വന്ന് തലക്ക് വിളിച്ചത് ഉറപ്പായിട്ടും അങ്ങനെ തോന്നാൻ കാരണം ഇന്റർവ്യൂ ഒന്നും എടുത്ത് നോക്കിയപ്പോ ഇന്റർവ്യൂ പറഞ്ഞ കാരണമാണ് ഞങ്ങൾ